ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പ്രൈസ് എഫക്റ്റ് എന്താണ്, ഇൻകം എഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ ഈ ഒരു 3 എഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. ഇൻകം എഫക്റ്റ്. ദ ഇൻകം എഫക്റ്റ് റിലേറ്റഡ് ടു ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് എ ഗുഡ്സ് റിസൾട്ടിങ് ഓൺലി ഫ്രം ദ ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ച് മൂലം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എക്സ് റെപ്രസെൻറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഇപ്പോൾ നമ്മൾ ഒരാളുടെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളത് മാത്രമല്ല, അതുപോലെ തന്നെ ഒരു ഗുഡ് നമ്മൾ പതിവായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുഡിൻ്റെ പ്രൈസ് കുറഞ്ഞാലും ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗുഡ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ 25 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഡാണ് ഗുഡ് എക്സ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് ആ ഗുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു, 25 നിന്ന് 20 കുറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമറുടെ ഇൻകം വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൺസ്യൂമർ ക്യാൻ നൗ റീച്ച് ദ സെയിം ഇൻഡിഫറൻസ് കർവ് വിത്ത് സ്മോളർ ഇൻകം. കാരണം നേരത്തെ കൺസ്യൂമർ ഉണ്ടായിരുന്ന അതേ ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ് ഈ ഒരു ചെറിയ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് മൂലം കൺസ്യൂമർ ഉള്ളത്. ആ ഒരു എക്സ്ട്രാ ഇൻകം, കാരണം 20 നിന്ന് 25 പ്രൈസ് മാറിയപ്പോൾ നമുക്ക് 5 രൂപ അവിടെ ഉണ്ട്. ആ ഒരു എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഈ ഗുഡിനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റു ഗുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഗുഡിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. To trace the income effect, we have an income consumption curve which shows the changes in consumer equilibrium with changes in income. ഇപ്പോൾ ഇൻകം എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻകം കൺസംഷൻ കർവ് ഉണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെയാണ് അതിൽ ചേഞ്ചസ് ഉണ്ടാവുകയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാക്കാമെന്ന് നമുക്കിതിൽ കാണാൻ പറ്റും ഇൻകം കൺസംഷൻ കർവിൻ്റെ സഹായത്തോടെ. നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ് ദ കൺസംഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. ഇപ്പോൾ നോർമൽ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫീരിയർ ഗുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുസ് കൺസംഷൻ ഡിക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസംഷൻ കുറയുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് അയാളുടെ വരുമാനം കൂടിക്കഴിയുമ്പോൾ അയാൾ ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ക്വാളിറ്റി കൂടിയ വസ്തുക്കളിലേക്ക് സ്വിച്ച് ആവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇൻഫീരിയർ ഗുഡിൽ നിന്ന് സുപ്പീരിയർ ഗുഡിലേക്ക് അവർ മാറും. അതുകൊണ്ട് തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻഫീരിയർ ഗുഡ് ഒരിക്കലും വാങ്ങിക്കില്ല, നമ്മൾ സുപ്പീരിയർ ഗുഡായിരിക്കും ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവും, നോർമൽ ഗുഡിൻ്റെ കേസിൽ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവും ആയിരിക്കും. ഇനി എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻകം കൺസംഷൻ കർവ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിഗർ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇൻകം കൺസംഷൻ കർവ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻകം എഫക്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഗുഡ് എക്സും വൈ ആക്സിസിൽ ഗുഡ് വൈയും ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവും ഉണ്ട്. ഇപ്പോൾ കൺസ്യൂമറിൻ്റെ നിലവിലുള്ള ഇൻകത്തിൽ അവരുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് P1 L1 ആണ്. അവിടുത്തെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് IC1 ആയിട്ട് ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മുടെ കൺസ്യൂമറിന് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. നമുക്കറിയാം കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് IC കർവും ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഒരു കൺസ്യൂമറിന് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ P1 L1ഉം IC1ഉം കൂടെ ടാൻജൻ്റ് ചെയ്യുന്ന പോയിന്റ് Q1 ആണ്. Q1ലാണ് ഇവിടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ് എന്ന് പറയുന്നത് OM1 ക്വാണ്ടിറ്റിയാണ് എക്സ് ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ON1 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വൈ നമ്മളിവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ കൺസ്യൂമറിന് ഇപ്പോൾ നിലവിലെ വരുമാനം അനുസരിച്ച് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് Q1 ആണ്. അവിടെ കൺസ്യൂമർ വാങ്ങിക്കുന്നത് ON1 ക്വാണ്ടിറ്റി ഗുഡ് വൈയും
OM1 ക്വാണ്ടിറ്റി എക്സും ആണ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം എന്ന് പറയുന്നത് കൂടിയെന്ന് വിചാരിക്കാം. കൺസ്യൂമറിൻ്റെ ഇൻകം കൂടിയപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്ത് P2 L2 ആയിട്ട് മാറി. ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റ് IC2 ആയിട്ട് ടാൻജൻറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് മാറി, Q1 നിന്ന് മാറി Q2 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് ഗുഡ് വൈൻ്റെ കേസിൽ P1 നിന്ന് P2 ആയിട്ടും ഗുഡ് എക്സിൻ്റെ കേസിൽ L1 നിന്ന് L2 ആയിട്ടാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ Q2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൺസ്യൂമർ ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന ഗുഡ് എക്സ് എന്ന് പറയുന്നത് OM1 നിന്ന് OM2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ഗുഡ് വൈൻ്റെ കേസിൽ ON1 നിന്ന് ON2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺസ്യൂമറിൻ്റെ ഇൻകം വർദ്ധിച്ചപ്പോൾ ഇവിടെ അവർ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി ഗുഡ് എക്സിൻ്റെ ക്വാണ്ടിറ്റിയിലും ചേഞ്ച് വന്നു, ഗുഡ് വൈയുടെ ക്വാണ്ടിറ്റിയിൽ നിന്നും ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന ഫലമായിട്ട് കൺസ്യൂമറിന് രണ്ട് ഗുഡിൻ്റെയും കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പോൾ വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ P3 നിന്ന് L3 ആയിട്ട് നമ്മുടെ ബജറ്റ് ലൈൻ മാറി ഷിഫ്റ്റ് ചെയ്തു. അവിടുത്തെ പുതിയ നമ്മുടെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് IC3 ടാൻജൻറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലാണ്, Q3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. ഇപ്പം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് P4 നിന്ന് L4ലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇൻകം വീണ്ടും ഇൻക്രീസ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ നമ്മുടെ നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് P4 നിന്ന് L4ലായിട്ട് മാറിയിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവ് IC4 ആയിട്ട് മാറി. അപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാറ്റം വന്നു. Q4 ആണ് നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ അവിടെ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കൺസ്യൂമർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നോർമൽ ഗുഡിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ഗുഡിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്, പർച്ചേസിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതായത് ആദ്യം Q1 ആയിരുന്നു, പിന്നീട് Q2ലേക്ക് മാറി, പിന്നെ Q3 ആയി, പിന്നെ വീണ്ടും Q4ലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് ആണ് നമ്മുടെ ഇവിടെ Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വേരിയസ് ലെവൽ ഓഫ് ഇൻകത്തിൽ ഈ ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പോയിൻറ്റ്സ്, അതായത് ഈ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് നമ്മൾ യോജിപ്പിച്ച് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം കൺസംഷൻ കർവ് നമുക്ക് കിട്ടും. അപ്പോൾ ICC ഈസ് ദ ലോക്കസ് ഓഫ് ദ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് അറ്റ് വേരിയസ് ലെവൽ ഓഫ് കൺസ്യൂമർ ഇൻകം. കൺസ്യൂമറിൻ്റെ വേരിയസ് ലെവൽ ഓഫ് ഇൻകം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചുള്ള ആ ഒരു ഇക്വിലിബ്രിയം പോയിൻറ്റ്സിനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന കർവിനെയാണ് നമ്മൾ ICC ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ICC കർവ് ട്രേസസ് ഔട്ട് ദ ഇൻകം എഫക്റ്റ് ഓൺ ദ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ICC കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം എഫക്റ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് എന്നല്ല, പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിലാണെങ്കിൽ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഗുഡ് എക്സ് ഇൻഫീരിയർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഗുഡ് വൈ ഇൻഫീരിയർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് പറയുന്നത്, അതുപോലെ തന്നെ ഗുഡ് എക്സ് ഇൻഫീരിയർ, അതുപോലെ തന്നെ വൈ എന്ന് പറഞ്ഞ നോർമൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഗുഡ് വൈ എന്ന് പറയുന്ന ഇൻഫീരിയറും ഗുഡ് എക്സ് എന്ന് പറയുന്ന നോർമൽ ആയിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിലെന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്. അപ്പോൾ ഇവർ ഇൻഫീരിയർ ഗുഡായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ബാക്ക്വേർഡ് സ്ലോപ്പാണ്, അതായത് ഡൗൺവേർഡ് ടു
റൈറ്റ് ആണ്. ഇവിടെ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ എക്സ് ആണ് ഇവിടെ ഇൻഫീരിയർ ഗുഡായിട്ട് മാറിയിട്ടുള്ളത്. അതായത് Q2 ശേഷം ആ Q2 എന്ന് പറഞ്ഞ ഒരു പോയിന്റിന് ശേഷം നമ്മുടെ ആ ഒരു കർവ് എന്ന് പറയുന്നത് ബാക്ക്വാർഡിലേക്ക് ബെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിന് കാരണം എന്താ? കാരണം നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ചില ഗുഡ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. കാരണം ആ ഒരു ഗുഡിൻ്റെ ചില ആംഗിളിൽ ചില റേഞ്ചിൽ ചില ഗുഡ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുതിയ സുപ്പീരിയർ ആയിട്ടുള്ള ഗുഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് മൂലം ആ ഒരു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഗുഡിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് കുറയുകയും ആ ഒരു ഗുഡിൻ്റെ ICC കർവ് എന്ന് പറയുന്നത് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഡൗൺവാർഡ് ടു റൈറ്റ് സ്ലോപ്പിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ Q2 ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും എക്സ് ആക്സിസിലേക്ക് ബെൻഡായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഗുഡ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഫീരിയർ ഗുഡായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് വൈയുടെ കേസിലാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും Q2 ശേഷം, അതായത് ഇക്വിലിബ്രിയം പോയിന്റ് Q2 ശേഷം ആ ഗുഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻകം എഫക്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞാണ് വരുന്നത് ഇൻകം കൂടുന്നതിന് അനുസരിച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താ? ഗുഡ് വൈ എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡും ഗുഡ് എക്സ് എന്ന് പറയുന്നത് സുപ്പീരിയർ ഗുഡ് നോർമൽ ഗുഡായിട്ടാണ് കാണിക്കുന്നത്. ഇനി എന്താണ് നെസസിറ്റി, അതുപോലെ തന്നെ എന്താണ് ലക്ഷറി ഗുഡ്? ലക്ഷറി ഗുഡ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും ലെസ് പ്രൊപ്പോർഷണലായിട്ടാണ് നമ്മളൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു കമ്മോഡിറ്റീൻ്റെ പർച്ചേസ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നെസസിറ്റി ഗുഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മോർ ദാൻ പ്രൊപ്പോർഷണലായിട്ടാണ് ഒരു കമ്മോഡിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഗുഡിനെയാണ് നമ്മൾ ലക്ഷറി ഗുഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞൊരു അനുപാതത്തിലാണ് ഒരു ഗുഡിൻ്റെ കൺസംഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നെസസിറ്റി ഗുഡ് എന്നും, ഒരു ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മോർ ദാൻ പ്രൊപ്പോർഷണലായിട്ടാണ് അതിൻ്റെ പർച്ചേസ് നടക്കുന്നതെങ്കിൽ ആ ഒരു ഗുഡിന് നമ്മൾ ലക്ഷറി ഗുഡ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫിഗർ 8.3 നമുക്ക് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട ഗ്രാഫില്ലേ, അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ ക്ലിയർ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ഇൻഫീരിയർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഫിഗർ 8.31 നമുക്ക് കാണാൻ പറ്റും എക്സ് എന്ന് പറയുന്നത് നെസസിറ്റി ഗുഡ് ആയിരിക്കുമ്പോൾ വൈ എന്ന് പറയുന്നത് ലക്ഷറി ഗുഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ കർവ് ICC1 എങ്ങനെയായിരിക്കുന്നു. അതുപോലെ തന്നെ രണ്ട് ഗുഡും ഈക്വൽ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഗുഡിൻ്റെ കർവെന്നും, അതുപോലെ തന്നെ എക്സ് ലക്ഷറി ആയിരിക്കും വൈ നെസസിറ്റി ആയിരിക്കുമ്പോഴും എങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. ഇനി ഇൻകം എഫക്റ്റുമായിട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. ഇത് ഏഞ്ചൽ കർവ് എന്താണ്? ഏഞ്ചൽ കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കർവ് ഒന്നും ഇവിടെ പറയുന്നില്ല. എന്താണ് ഏഞ്ചൽ കർവ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. The angel curve shows the amount of a good that a consumer would purchase per unit of time at a various consumption level. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ഒരു പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ അവരെ വേരിയസ് കൺസംഷൻ ലെവലിൽ ആ ഒരു കൺസ്യൂമർ എത്രത്തോളം ഒരു പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ആ കൺസംഷൻ വേരിയസ് കൺസംഷൻ ലെവലിനെ കാണിക്കുന്നതാണ് ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. Curve are named after Ernest Angel, the German statistician of the 19th century who pioneered the studies of family budget and expenditure pattern. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഏണസ്റ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനാണ്. അദ്ദേഹം ഒരു ജർമ്മൻ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആയിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഒരു ഫാമിലി ബജറ്റ്സിൻ്റെ ബേസിൽ എക്സ്പെൻഡിച്ചർ പാറ്റേൺസൊക്കെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു ഏഞ്ചൽ കർവ് ഡെവലപ്പ് ചെയ്തത്. സംടൈംസ് ഏഞ്ചൽ കർവ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ വേരിയസ് ഗുഡ്സ് റാദർ ദാൻ ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഓഫ് വേരിയസ് ഗുഡ്. ഇപ്പോൾ ചില സമയത്ത് ഏഞ്ചൽ കർവ് കാണിക്കുന്നത്
വേരിയസ് ഗുഡ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഗുഡ്സിൻ്റെ ഇൻകം അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഷിപ്പിനെ കുറിച്ചാണ് ചില സമയത്ത് ഏഞ്ചൽ കർവ് കാണിക്കാറുള്ളത്. അല്ലാതെ ഇൻകം അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ക്വാണ്ടിറ്റി മാത്രമല്ല അതിൻ്റെ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വി ക്യാൻ ഡിറൈവ് ദ ഏഞ്ചൽ കർവ് ഫ്രം ഇൻകം കൺസംഷൻ കർവ്. അപ്പോൾ ഇൻകം കൺസംഷൻ കർവിൽ നിന്ന് നമുക്ക് ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഡിറൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏഞ്ചൽ കർവ് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ബഡ്ജറ്റ്സിൻ്റെയൊക്കെ കുറിച്ചാണ് ഏഞ്ചൽ കർവ് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വ്യത്യസ്ത ടൈം പീരീഡിൽ നമ്മുടെ ആ ഒരു കൺസ്യൂമറിൻ്റെ വേരിയസ് കൺസംഷൻ ലെവലിനൊക്കെ കാണിക്കാനാണ് ഏഞ്ചൽ കർവ് യൂസ് ചെയ്യുന്നത്. അതാരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏണസ്റ്റ് ഏഞ്ചലാണ്. ഏങ്കൽ പ്രൊണൗൺസിയേഷൻ ഏങ്കൽ എന്നായിരിക്കാം. അപ്പോൾ അദ്ദേഹമാണ് ഏണസ്റ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ഈ ഒരു കർവ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഇൻകം എഫക്റ്റ് പോലെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. Substitution effect traces the changes in the consumption of the commodity when the relative price change. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻകം എഫക്റ്റ് പറഞ്ഞു. ഒരു കൺസ്യൂമറുടെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻകം എഫക്റ്റ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടിയാലോ കുറഞ്ഞാലോ ആ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം കൂടാനും കുറയാനും ചാൻസസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഇൻകം എഫക്റ്റ് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേറ്റീവ് പ്രൈസ് ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പറയുന്നത്. ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്ലട്സ്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ആണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് ദ പ്രൈസ് ചേഞ്ചസ് ആർ ഇൻ ട്യൂൺ വിത്ത് ദ ചേഞ്ചസ് ഇൻ ദ മണി ഇൻകം സോ ദാറ്റ് ദ കൺസ്യൂമർ ഈസ് നെയ്തർ വേഴ്സ് ഓഫ് ഓർ നോർ ബെറ്റർ ഓഫ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മണി ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിനോടൊപ്പം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന് ഇവിടെ ഒരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷനും ഇല്ല, അതുപോലെ തന്നെ മോശമായിട്ടുള്ള പൊസിഷനും ഇല്ല. ഹി റിമെയിൻസ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ്. അവർ ആ സെയിം ഡിഫറൻസ് കർവിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. അപ്പോൾ കൂടാനും ഇല്ല കുറയാനും ഇല്ല. ദ എമൗണ്ട് ബൈ വിച്ച് ദ മണി ഇൻകം ചേഞ്ചസ് ഈസ് നോൺ ആസ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻകം. അപ്പോൾ ഇവിടെ മണി ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മളിവിടെ ഹിഗ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗുഡ് എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണി ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ആ ഒരു പൊസിഷനിൽ മാറ്റം ഉണ്ടായിക്കൊണ്ട് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ആ ഒരു കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ എന്നുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് മടങ്ങി വരുകയും ചെയ്യുന്നുണ്ട് ഇവിടെ. സ്ലട്സ്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഡിഫറൻസ് മെത്തേഡ്. ഇറ്റ് ഈസ് എ ബെറ്റർ മെത്തേഡ് ആസ് കമ്പയർഡ് ടു ഹിഗ്സ് ബിക്കോസ് ഇറ്റ് ബിൽഡ് ഓൺ അവൈലബിൾ ഡാറ്റ ആൻഡ് ഇറ്റ്സ് മോർ മാത്തമാറ്റിക്കൽ. അപ്പോൾ സ്ലട്സ്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിഗ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് സ്ലട്സ്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് ഡിഫറൻസ് മെത്തേഡാണ്, മറ്റേത് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ആണ് പറയുന്നത്. ഇവിടെ കോസ്റ്റ് ഡിഫറൻസ് മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് കൂടുതൽ മാത്തമാറ്റിക്കലും ആണ്, അപ്പോൾ ഒരു ഒതൻറ്റിക്കലായിട്ടാണ് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കൺസ്യൂമർ മൂവ്സ് ഓൺ എ ഹയർ ഇൻഡിഫറൻസ് കർവ് ദാറ്റ് ഈസ് ദ കൺസ്യൂമർ ഈസ് ഓവർ കോമ്പൻസേറ്റഡ്. ഇപ്പോൾ കൺസ്യൂമർ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യും. അവർ ഓവർ കോമ്പൻസേറ്റഡ് ആണെങ്കിൽ ദ കൺസ്യൂമർ ഹാസ് എ ഓപ്പർച്യൂണിറ്റി ടു ബൈ ഒറിജിനൽ ബണ്ടിൽ ഓർ ഗോ ഓൺ ദ ഹയർ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ കൺസ്യൂമറിന് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ് ഒറിജിനൽ ഇൻഡിഫറൻസ് കർവിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ഒറിജിനൽ ബണ്ടിൽ എന്ന് പറയുന്നത് ബൈ ചെയ്യാനും അതുപോലെ തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 മെത്തേഡാണുള്ളത്, ഹിഗ്സിയൻ അപ്രോച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇതും സ്ലെഡ്സ്കീൻ്റെ അപ്രോച്ച് എന്ന് പറയുന്ന 2 മെത്തേഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഹിഗ്സിയൻ മെത്തേഡ് എന്ന് പറയും നമ്മൾ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറിന് റിയൽ ഇൻകം ഇൻക്രീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തു എന്നുള്ളൊരു ഫീലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, ഇൻക്രീസ് ചെയ്തു. അപ്പം മണി ഇൻകം എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ മണി ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിയൽ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തു, മണി ഇൻകം ഇൻക്രീസ് ചെയ്തു എന്നുള്ളൊരു പോയിൻ്റാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാറ്റം വരും. അതുപോലെ തന്നെ അവിടെ ഈ ഒരു നമ്മളിതിനെ ഇക്വിവാലൻ്റ് വേരിയേഷൻ എന്നൊക്കെ പറയും ഇൻകം മെത്തേഡിൽ. ഇപ്പോൾ ഈ കോമ്പൻസേറ്റിംഗ് വേരിയേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാറുള്ളത്. ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കോമ്പൻസേറ്റിംഗ് വേരിയേഷനാണ് പറയാറുള്ളത്. ഇനി സ്ലെഡ്സ്കീൻ്റെ അപ്രോച്ചിൻ്റെ പറയുകയാണെങ്കിൽ എന്താ, കോസ്റ്റ് ഡിഫറൻസ് മെത്തേഡാണ് ഇവിടെ സ്ലെഡ്സ്കീൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു അപ്രോച്ചിൽ ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെയും റിയൽ ഇൻകം, കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ആ റിയൽ ഇൻകം എന്ന് പറയുന്നത് കൺസ്യൂമർ ചേഞ്ച് ചെയ്യാതെ അൺചേഞ്ച്ഡ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അൺചേഞ്ച്ഡ് ആണെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ ഒന്നെങ്കിൽ ആ ഒരു ഭാഗം ആ മണി ഇൻകത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യും. ഇതിനാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് ഡിഫറൻസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗുഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടിയെന്ന് വിചാരിക്കുക. പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ് ഡിഫറൻസ് അപ്രോച്ച് അനുസരിച്ച് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന മണി ഇൻകം ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ മാറ്റമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കുറച്ച് മണി ഇൻകം എന്ന് പറയുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കണം, കൺസ്യൂമറിന് നമ്മൾ കൊടുക്കും. എന്നാൽ നേരെ മറിച്ച് ആ ഗുഡിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ മണി ഇൻകം എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൺസ്യൂമറിന് എന്താ ആ ഒരു ഭാഗം മണി ഇൻകത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒറിജിനൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് തന്നെ അവിടെ നിൽക്കാൻ പറ്റും, കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് മാറ്റമൊന്നുമില്ലാതെ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ സ്ലെഡ്സ്കി സജസ്റ്റഡ് ദാറ്റ് സം യൂണിറ്റ് ഓഫ് മണി ഷുഡ് ബി എയ്തർ ടേക്കൺ അവേ ഓർ ഗിവൺ ടു ദ കൺസ്യൂമർ. ഒന്നെങ്കിൽ ഒരു ഭാഗം പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോൾ അതിനനുസരിച്ച് ഒന്നെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അവർക്കത് കൊടുക്കുക. അപ്പോൾ ദിസ് വേരിയേഷൻ ഇൻ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഡിഫറൻസ് അപ്രോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറിജിനൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോമ്പിനേഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് പ്രൈസ് എഫക്റ്റ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം എഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെയാണ് നമ്മൾ എപ്പോഴും പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ ക്യാൻ ബി എഫക്റ്റഡ് നോട്ട് ഓൺലി ബൈ എ ചേഞ്ച് ഇൻ മണി ഇൻകം ഓഫ് ദ കൺസ്യൂമർ ബട്ട് ഓൾസോ ബൈ എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കൺസ്യൂമറുടെ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് മാത്രമല്ല കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അഫക്റ്റ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് മൂലവും ഉണ്ടാകുന്നുണ്ട്. ഇഫ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് പ്രൈസ് ഓഫ് വൺ ഓഫ് ദ ടു കമ്മോഡിറ്റീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ബട്ട് ദ പ്രൈസ് ഓഫ് ദ അതർ കമ്മോഡിറ്റി ചേഞ്ചസ് ദ റിസൾട്ടൻറ്റ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റീസ് ബോട്ട് ഓഫ് ദ കമ്മോഡിറ്റീസ് ഓർ ഷിഫ്റ്റ് ഇൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ ക്യാൻ ബി ടേംഡ് ആസ് പ്രൈസ് എഫക്റ്റ്. ഇപ്പോൾ ഒരു കൺസ്യൂമർ വാങ്ങിക്കുന്ന ഒരു ഗുഡിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഇല്ല, ആ കൺസ്യൂമറിൻ്റെ ഇൻകത്തിലും ചേഞ്ച് ഇല്ല, അത് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ പക്ഷെ ആ ഒരു റിലേറ്റഡ് കമ്മോഡിറ്റി ഉണ്ടല്ലോ, അത് അല്ലെങ്കിൽ അതർ കമ്മോഡിറ്റീൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടായും ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ മാറ്റം ഉണ്ടാവാനും കാരണമാവും. അതായത് ഇപ്പോൾ ഒരു കൺസ്യൂമറിന് ഇപ്പോൾ ഗുഡ് എക്സ്
എക്സ് എന്ന് പറയും നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഗുഡാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കൺസ്യൂമർ ഇൻകത്തിൽ മാറ്റമില്ല, ഗുഡ് എക്സിൻ്റെ പ്രൈസിലും മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ വൈ എന്ന് പറയുന്ന മറ്റ് അതർ കമ്മോഡിറ്റിയിൽ മാറ്റമുണ്ട്. ഈ ഒരു കമ്മോഡിറ്റിയിലല്ലേ നമ്മൾ മാറ്റമില്ലാതെ തുടരുന്നുള്ളൂ, പക്ഷേ മറ്റു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ എന്ന് പറയുന്ന മാറ്റമുണ്ട്. അപ്പോൾ എന്താ, നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദ പ്രൈസ് എഫക്റ്റ് എന്നാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദ പ്രൈസ് എഫക്റ്റ് ക്യാൻ ബി അനലൈസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ദ അസംഷൻസ് ഗിവൻ ബിലോ. പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള കുറച്ച് അസംഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും എന്താണ് പ്രൈസ് എഫക്റ്റ് എന്ന്. ദ ടേസ്റ്റ് ഓർ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ റിമെയിൻ അൺചേഞ്ച്ഡ്. ഇവിടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന് മാറ്റമൊന്നുമില്ല. ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ സെയിം. കൺസ്യൂമറുടെ ഇൻകം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ദ പ്രൈസ് ഓഫ് വൺ ഓഫ് ദ ടു കമ്മോഡിറ്റീസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ എക്സും വൈ നേരത്തെ എടുത്തു, അതിൽ എക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റാന്ന് പറഞ്ഞു, വൈയിലാണ് ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ദ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ഫാൾസ് ഓർ റൈസസ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ ഒന്നുകിൽ കൂടാം ഇല്ലെങ്കിൽ കുറയാം. ഇനി പ്രൈസ് എഫക്റ്റ് കാണിക്കുന്ന ഒരു ഗ്രാഫ് അല്ലെങ്കിൽ പ്രൈസ് എഫക്റ്റിൻ്റെ കർവും ഫിഗറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ നമ്മുടെ വൈ ആക്സിസിൽ വൈ കമ്മോഡിറ്റിയും എക്സ് ആക്സിസിൽ നമ്മുടെ എക്സ് കമ്മോഡിറ്റിയും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് കമ്മോഡിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയുന്നതും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തന്നിരിക്കുന്ന പ്രൈസിലും ആ കൺസ്യൂമറിൻ്റെ ഇൻകം അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് AB എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് AB ആണ്. ഇപ്പം മണി ഇൻകം, കൺസ്യൂമറിൻ്റെ മണി ഇൻകം എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷേ നമ്മുടെ ഗുഡ് എക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു എന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ പ്രൈസിൽ കൂടുതലോ കുറവോ ഉണ്ടാവാം, മറ്റ് ഗുഡ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഗുഡ് എക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ എന്താ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്, പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യും. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ 2 പ്രാവശ്യം മാറ്റം ഉണ്ടായിന്ന് വിചാരിക്കുക. ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ AB എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്നിപ്പോൾ നമ്മുടെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടായിരുന്നപ്പോൾ AB 1 ആയിട്ടും എന്തായിരുന്നു ബഡ്ജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടായി. വീണ്ടും പ്രൈസിലൊരു ഫാൾ ഉണ്ടായപ്പോൾ AB 2 ആയിട്ടും പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് ചേഞ്ചായി. അപ്പോൾ കൺസ്യൂമറിൻ്റെ അവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലും ചേഞ്ച് ഉണ്ടായല്ലോ. അപ്പോൾ ആദ്യത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇവിടെ ഏതാ, AB ആയിരുന്നപ്പോൾ 6 എന്ന് പറഞ്ഞൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് IC1 ആയിട്ട് ടാൻജൻറ്റ് ചെയ്യുമ്പോൾ. എന്നാൽ അത് കഴിഞ്ഞ് നമ്മുടെ വീണ്ടും എന്തായിരുന്നു പ്രൈസിൽ ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എസിലേക്ക് മാറി, IC2 ആയിട്ട് ടാൻജൻറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് മാറി. അതുപോലെ തന്നെ B2 എന്ന് പറഞ്ഞപ്പോൾ AB2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൈസ് ലൈൻ മാറിയപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് Tയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് RST എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിൻ്റാണ്. ഈ 3 പോയിൻറ്റും കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ ഇൻകം കൺസംഷൻ കർവാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രൈസ് എഫക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ആ ഒരു 3 ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് പ്രൈസ് കൺസംഷൻ കർവാണ് കിട്ടുന്നത്, PCC എന്ന് പറയും. അതെന്ന് പറയുന്നത് സ്ലോപ്പ് എങ്ങനെയാണ്, ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോപ്പാണ്, ഡൗൺവാർഡ് സ്ലോപ്പാണ്, ലെഫ്റ്റ് ടു റൈറ്റും ആണ്. അപ്പോൾ ഇവിടെ PCC എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 കമ്മോഡിറ്റീസ് ദാറ്റ് കൺസ്യൂമർ വുഡ് ബൈ ഇഫ് ദ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് Y ആർ കോൺസ്റ്റൻറ്റ് ബട്ട് ദ പ്രൈസ് ഓഫ് X ഫാൾസ്. അപ്പോൾ ഇവിടെ എന്താ, ഈ PCC എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കൺസ്യൂമറിൻ്റെ ഇൻകത്തിലും മാറ്റമില്ലാതെ, അതുപോലെ തന്നെ Y എന്ന് പറയുന്ന കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ മാറ്റമില്ലാതെയും കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ മാറ്റമില്ലാതെ പക്ഷേ X എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയുടെ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് ഇവിടെ PCC എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
അതായത് കൺസ്യൂമർ ഇൻകത്തിൽ മാറ്റമല്ല, വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിൽ മാറ്റമല്ല, പക്ഷേ ഇവിടെ എന്താണ് മാറ്റമുള്ളത്? എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് PCC കർവിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ കൺസ്യൂമർ എന്ന് പറയുന്നത് പോയിന്റിൽ, എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ കൺസ്യൂമർ വാങ്ങിക്കുന്നത് OQ ക്വാണ്ടിറ്റി എക്സും അതുപോലെ തന്നെ OP ക്വാണ്ടിറ്റി വൈയും ആണ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എസിലേക്ക് മാറിയപ്പോൾ OQ1 ക്വാണ്ടിറ്റിയാണ് ഇവിടെ എക്സ് കമ്മോഡിറ്റി വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ OP1 ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മുടെ വൈ കമ്മോഡിറ്റി കൺസ്യൂമർ വാങ്ങിക്കുന്നത്. എന്നാൽ വീണ്ടും പ്രൈസ് എക്സ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? OQ2 ക്വാണ്ടിറ്റി ആയിട്ട് എക്സ് കമ്മോഡിറ്റി വാങ്ങിക്കുന്നുണ്ട്. OP2 ക്വാണ്ടിറ്റി മാത്രമാണ് വൈ കമ്മോഡിറ്റി വാങ്ങിക്കുന്നത്. അതായത് ഇവിടെ എക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞ് വരുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി കൂടിക്കൂടി വരുന്നുണ്ട്. റിലേറ്റഡ് മറ്റു കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ചേഞ്ച് ഒന്നും ഉണ്ടാവാതിരിക്കുമ്പോൾ അവിടെ ഇതെന്ന് പറയുന്നത് നേരത്തെ വാങ്ങിച്ച ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. P നിന്ന് P1 ആവുന്നുണ്ട്, പിന്നെ P2 ആവുന്നുണ്ട്. ഇവിടെ എക്സ് കമ്മോഡിറ്റീൻ്റെ കേസിൽ നിന്നാണ് OQ നിന്ന് OQ1, അതുപോലെ തന്നെ OQ1 നിന്ന് OQ2 അങ്ങനെയായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺസ്യൂമറിൻ്റെ എക്സ് പർച്ചേസ് ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ. നേരെ തിരിച്ച് ഇപ്പോൾ എക്സ് കൂടുകയാണെങ്കിൽ എന്താ പറ്റുക? മറ്റ് ഇതിലൊന്നും മാറ്റമില്ലാണ്ട്, അതായത് എക്സിൻ്റെ പ്രൈസ് കൂടി അതുപോലെ തന്നെ വൈയുടെ പ്രൈസിൽ മാറ്റമൊന്നുമില്ലാതെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ കൺസ്യൂമറുടെ ഇൻകത്തിലും മാറ്റമില്ല. ഇവിടെ എക്സ് കമ്മോഡിറ്റിയിൽ മാത്രമാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത്. എക്സിൻ്റെ കമ്മോഡിറ്റി നേരത്തെ ഇപ്പോൾ കുറഞ്ഞപ്പോൾ ഉള്ള ചേഞ്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കൂടിയപ്പോൾ ഉള്ള ചേഞ്ച് എന്താ നമുക്ക് നോക്കാം. ഇനി പ്രൈസ് എക്സ് കമ്മോഡിറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൂടുമ്പോൾ എന്താ നേരെ തിരിച്ചായിരിക്കും എന്ന് പറഞ്ഞു നമ്മൾ. ഇനി നമ്മൾ വൈ കമ്മോഡിറ്റിൻ്റെ കാര്യം വെച്ച് നോക്കാം. ഇപ്പോൾ എക്സ് കമ്മോഡിറ്റീൻ്റെ പ്രൈസിൽ ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ വൈ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞ് കുറഞ്ഞു. അപ്പോൾ പ്രൈസ് എഫക്റ്റ് എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ് കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്താ കുറഞ്ഞപ്പോൾ അത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചു. ഇനി നമ്മൾ വൈ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് കുറയുമ്പോൾ എന്താ പറ്റുക നോക്കാം. പ്രൈസ് വൈ എന്ന് പറയുന്നത് കുറഞ്ഞു, മണി ഇൻകം എന്ന് പറയുന്നതും പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, യാതൊരു ചേഞ്ചും ഇല്ല. പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് AB ആയിരുന്നു. AB എന്നുള്ള പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് വൈ കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കുറഞ്ഞപ്പോൾ A1 Bയിലേക്ക് മാറി. അത് പ്രൈസ് ലൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? A2 Bയിലേക്ക് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ IC1 ആയിട്ട് ടാൻജൻറ്റ് ചെയ്യുന്ന 6 എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം ഉള്ളത്. പിന്നെ നമ്മൾ വൈ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ IC2 ടാൻജൻറ്റ് ചെയ്യുന്ന A1 Bയിലായി. അപ്പോൾ അവിടെ എന്ന് പറയുന്ന S പോയിന്റിലാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ ഉള്ളത്. വീണ്ടും പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? A2 B എന്ന് പറഞ്ഞ പ്രൈസ് ലൈനിൽ IC3 എന്ന് പറഞ്ഞ IC3 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് ടാൻജൻറ്റ് ചെയ്യുന്ന T എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് RST ആണ്. 3 ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം പൊസിഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് കൺസംഷൻ കർവ് കിട്ടും. ഈ പ്രൈസ് കൺസംഷൻ കർവ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂമർ OQ ക്വാണ്ടിറ്റി എക്സ് ആണ് നമ്മൾ ആദ്യം എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ചിരുന്നത്. അവിടെ OP ക്വാണ്ടിറ്റി വൈ ആണ് നമ്മൾ വൈ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്വിലിബ്രിയം പൊസിഷൻ ചേഞ്ച് ചെയ്തു, എസിലേക്ക് മാറിയപ്പോൾ നമ്മൾ OQ1 ക്വാണ്ടിറ്റി എക്സും അതുപോലെ തന്നെ OP1 ക്വാണ്ടിറ്റി വൈയും ആയിട്ട് മാറി. എസിലേക്ക് എത്തിയപ്പോൾ OQ2 ക്വാണ്ടിറ്റി എക്സും OP2 ക്വാണ്ടിറ്റി വൈയും ആയിട്ട് മാറി നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ വൈ കമ്മോഡിറ്റി എന്ന് പറയുന്നത് P നിന്ന് P1 P2 ആയിട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺസ്യൂമർ ഇവിടെ വൈ കമ്മോഡിറ്റി വാങ്ങിക്കുന്ന വൈ കമ്മോഡിറ്റീൻ്റെ അളവ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടിയിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ.
ഇപ്പം നേരെ തിരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വൈയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താ, മറ്റു കാര്യങ്ങളിലൊന്നും മാറ്റമില്ലാതെ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന വൈ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നത് കുറയും. നേരത്തെ എക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ. അതായത് ഇവിടെ എക്സ് കമ്മോഡിറ്റി ഇപ്പം വേറെ എന്തെങ്കിലും മാറ്റമില്ല, കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ മാറ്റമില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ മാറ്റമില്ല. അതുപോലെ തന്നെ രണ്ട് കമ്മോഡിറ്റിയിൽ ഏതെങ്കിലും ഒന്നിനാണ് ചേഞ്ച് വരുന്നത്. ഇപ്പോൾ എക്സ് ഓർ വൈ. അപ്പോൾ അവിടെ എന്താ, ഏത് കമ്മോഡിറ്റീൻ്റെ പ്രൈസാണോ കുറയുന്നത് ആ കമ്മോഡിറ്റി കൂടുതൽ വാങ്ങിക്കും. എന്നാൽ ഏത് കമ്മോഡിറ്റീൻ്റെ ആ കമ്മോഡിറ്റീൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യും. മറ്റേത് വാങ്ങിക്കില്ല എന്നല്ല, ക്വാണ്ടിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് വൈ കമ്മോഡിറ്റി, ഇപ്പോൾ വൈൻ്റെയോ എക്സിൻ്റെയോ പ്രൈസ് എന്ന് പറഞ്ഞ്, വൈ കമ്മോഡിറ്റി അല്ല, വൈൻ്റെയോ എക്സിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ആ പ്രൈസ് കൂടുമ്പോൾ ആ കമ്മോഡിറ്റി വാങ്ങിക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൈസ് എഫക്റ്റിൽ പറയുന്നത്.